പരീക്ഷിച്ച് നോക്കിയതാ, പരീക്ഷണം വിജയിച്ചു. പറിച്ചെടുക്കുക അല്ലേ? ഒട്ടി ഇപ്പം മണ്ടപ്പണി മാത്രമായി, ചോട് പണിയാണ്ടായി. അവനവൻ്റെ ആരോഗ്യം വെച്ച് പറിച്ചെടുത്തില്ല, ആന വലിച്ച മാതിരിയായി. അച്ഛൻ്റെ മാനം കാത്തു. നമ്മളെ ലിബിൻ അങ്ങനത്തെ കണ്ണൂർ വന്നതിന് അപ്പം എൻ്റെ പണിയുണ്ട്, ഒന്ന് വെറുതെ ഒന്ന് വന്നിട്ട് കാണാലാന്ന് വെച്ചെങ്കാറ്റും ഈ തെങ്ങ് കട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് ആദ്യം നിൽക്കുന്ന തെങ്ങ് അത്യാവശ്യം ചെറുതായിട്ട് അടിച്ചിടാനുള്ള ഒരു സർവീസുകാരൻ്റെ ഒരു തടസ്സം അല്ലേ? കൂടുതൽ ബുദ്ധിമുട്ടൊന്നും പറയാനൊന്നുമില്ല, അടിച്ച് ചെറുതാക്കി അടിച്ചിടാ. നമുക്ക് നോക്കാലോ അല്ലേ? കാണണോല നേരിട്ട്, വീഡിയോ കാണാറുണ്ട്. ഇതുവരെ വീഡിയോയിലേ ഉള്ളൂ, നേരിട്ട് പുള്ളി വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ സാറ് മുന്നിൽ വന്ന് നിൽക്കുമ്പോ നമുക്ക് ഇതുണ്ടല്ലോ. ആ പേജ് കയറി നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ? അപ്പൊ ശരി, അപ്പൊ വീഡിയോ കാണാറുണ്ട്. പേരെന്താ? വിനോദ്. ഇവിടുത്തെ നമ്മളിവിടെ തന്നെ അല്ലേ? നമ്മളിവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്, ഇതിന്റെ ഒരു ഈ സേഫ്റ്റി ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട് നമ്മളിവിടെ. പിന്നെ കയറിട്ട് പാടാ. അല്ലേ മുമ്പ് കയറിയായിരുന്ന നീ മരത്തിൽ കയറിയായിരുന്ന? ആദ്യമില്ല, ആദ്യം താഴെ മാത്രം പണിയായിരുന്നു, ഇപ്പൊ മുകളിൽ മാത്രം. വെറുതെ ഒരു കൗതുകത്തിന് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഇത് പരീക്ഷിച്ച് നോക്കിയതാ, പരീക്ഷണം വിജയിച്ചു. പിന്നെ 2 ദിവസം കൊണ്ട് പരീക്ഷണം വിജയിച്ചു, സംഭവമായി. കയറി ചെയ്യാം, അത്രേ ഉള്ളൂ. അതിന്റെ വ്യത്യാസമുണ്ട്. ഇവര് ഒരു പേജും ഉണ്ടല്ലോ, അങ്ങനെ കാണാനല്ലോ. അപ്പൊ ഇവിടെ ഒരു പരിപാടി, ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് മരം മുറിക്കാർക്ക്. അപ്പൊ ആ സ്ഥലം നോക്കാം, അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നാണ്. ഒരിക്കന്നെ തൊഴിലാളികളുടെ തന്നെ കുറെയൊക്കെ സേഫ്റ്റിയുടെ ഇതിപ്പോ വേണ്ടില്ല, നമുക്ക് സേഫ്റ്റി ആയിട്ട് പോകണം. ഇപ്പൊ ഇത്രയും ഫ്രീ ആയിട്ട് കയറാം, നമുക്ക് ക്ഷീണം തോന്നൂല. കുറെ വ്യത്യാസങ്ങൾ അതിലുണ്ട്, അതാണ്. പക്ഷെ ആളുകൾക്ക് ഇതിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, അതിനൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് നമ്മള് അത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ അവന് കയറിയിരുന്നില്ല, അടിയിൽ മാത്രം പണിതിരുന്നു. അവർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ കയറണവർക്ക് ഇത് മാറ്റിയാലെന്താ ബുദ്ധിമുട്ട്? പറിച്ചെടുക്കുക അല്ലേ? ലേറ്റ് ഭയങ്കര പ്രശ്നടാ. ഒട്ടി ആളികേറും തെറിക്കുന്നതാ. പറിച്ചേറ് തന്നെയാണല്ലോ മൊത്തം കൊലയടക്കം. രണ്ടും അവമൊന്ന് വിട്ടില്ല. നല്ല പറിക്കലാണത്. പൊട്ടി അങ്ങനെ പോരണന്നല്ല, അവൻ ആരോഗ്യം കൊണ്ട് വലിച്ചു പറിക്കും. ഓരോ പട്ടയും പറിച്ച് അവനവൻ്റെ ആരോഗ്യം വെച്ച് പറിച്ചെടുത്തില്ല, ആന വലിച്ച മാതിരിയായി. അല്ല, സംഗതി ചിലത് എളുപ്പം പറഞ്ഞു പോരുന്നതാണ്, പക്ഷെ ഇത് അത്ര എളുപ്പത്തിൽ പോരുന്നല്ല കേട്ടാ. പക്ഷെ ഇങ്ങനെ പറിച്ചിട്ട് കഴിഞ്ഞാൽ സുഖം എന്ന് പറയുന്നുണ്ട്. തെങ്ങിൻ്റെ തല ഭയങ്കരമായിട്ട് കനം കുറയും, നമുക്ക് കുറേ താഴെ മുറിച്ചിടുന്നതിന് കുറേ സമാധാനമായിരിക്കും. ഇടുമ്പോൾ അപകട സാധ്യത വളരെ കുറവാണ് ഇങ്ങനെ വരുമ്പോൾ.
ആഹാ കൊള്ളാലോ. ഇനി ഇവിടെ നിന്നാ നമ്മളെ വരയ്ക്കുന്നത് അല്ലേ? ഇന്ന് വൈകിട്ടോ? Hey. എടാ ആശാന്റെ മാനം കാത്തു. അടിപൊളി പറഞ്ഞാൽ അങ്ങോട്ട് പരിപാടി തീർന്നു. ദൂരം ടെൻഷൻ അടിച്ച് പണിയുന്നതല്ലേ അതൊക്കെ പെട്ടെന്ന് തീർന്നില്ലേ? പരിപാടി വേഗം തീർന്നു. ഇത്രയും ഹൈറ്റിൽ എത്ര പീസ് അടിച്ച് നേരിട്ടെ. ആദ്യമേ സ്വൈക്ക് ഇറങ്ങിയിട്ട് ചെറിയൊരു വീഡിയോ വന്ന അപ്പൊ മേടിച്ചിട്ടുള്ളതാണ്. കുറെ ആയിട്ടുണ്ട് എന്തായാലും 5 കൊല്ലത്തിന് മേലെ ഒരു ടൈമാണെന്ന് തോന്നണം എൻ്റെ ഒരു ഉദ്ദേശം. അന്ന് വിളിച്ചിട്ട് നമ്മളതിൽ സ്പൈക്ക് കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞായിട്ട് മേടിച്ചവനാണ്. അന്ന് കയറൂല, മരത്തിൽ കയറൂല, മരത്തിന്റെ അടി മാത്രം പോണതുകൊണ്ടിരുന്നാണ് ലിബിന്. ഇപ്പൊ മരത്തിന്റെ മണ്ട എന്തും കാട്ടിക്കോളും, എങ്ങനെയും കയറി നിലത്തിറങ്ങാൻ സമയമില്ലാണ്ടായി. അതായത് ഈ തടി വെച്ചിട്ട് അവൻ എങ്ങനെ കയറുന്നുള്ളത് വെച്ചിട്ട് ബുദ്ധിമുട്ട്, സാധാരണ കയറാൻ ബുദ്ധിമുട്ടായിട്ട് മേടിച്ചവരാണ്. ഇപ്പൊ മണ്ടപ്പണി മാത്രമായി, ചോട് പണിയാണ്ടായി. അതാണ് സമയം കിട്ടുന്നില്ല, പണിയുണ്ട്. അതാണ് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത. എന്തായാലും ഇവിടെ ഇവരുടെ നാട്ടിൽ വന്നത് ഇപ്പൊ കരുവഞ്ചാലില്, കണ്ണൂർ കരുവഞ്ചാലിലാണ് ഇവരുടെ വീട്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ എന്തായാലും വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. ഈ ഒരു എക്സ്പീരിയൻസും കിട്ടുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ അല്ലേ ഉള്ളൂ.